പൊട്ടിയ ബോളും ഉച്ചൂളിക്കളിയും. അന്തൂർ വൈകുന്നേരം കളിക്കാനായി വീട്ടിന്റെ പുറത്ത് കൂട്ടുകാരെയും കാത്തു നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് കണാരൻ മുന്തിക്കൊണ്ട് അവിടേക്ക് വന്നത്. അവന് ഒരു കാലിന് സ്വാധീനം കുറവാണ്. അവൻ അടുത്തെത്തിയപ്പോൾ അന്തൂർ പറഞ്ഞു, ആരെയും കാണുന്നില്ലല്ലോ, കളിക്കാൻ പോകാൻ. ഞങ്ങൾ രണ്ടുപേരും കുശലം പറഞ്ഞിരിക്കുമ്പോൾ എന്റെ കണ്ണ് ചെന്നെത്തിയത് ഉമ്മാമ ഉണക്കാനിട്ട പുരട്ടയിലാണ്, കശുവണ്ടി. അന്തൂർ കണാരനെ നോക്കി പറഞ്ഞു, ആരെയും കാണുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നേരെ ചെന്നത് ഉണക്കാനിട്ട കശുവണ്ടിയുടെ അടുത്തേക്കാണ്. അന്തൂർ നാലു ഭാഗവും നോക്കി, ആരെയും കാണുന്നില്ല. അവൻ കുത്തിയിരുന്ന് 10 കശുവണ്ടി എടുത്ത് കണാരന്റെ അടുത്തെത്തി പറഞ്ഞു, നീ ആരോടും പറയണ്ട, നമുക്ക് രണ്ടുപേർക്കും കടയിൽ പോയി മിഠായി വാങ്ങി തിന്നാം. ഇത് എവിടെയെങ്കിലും വെക്കണമല്ലോ. കണാരൻ പറഞ്ഞു, വേണ്ട, നെയ്ക്കാർ അറിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അന്തൂർ പറഞ്ഞു, കണാര, നീ ആരോടെങ്കിലും പറഞ്ഞാൽ നിന്റെ വേളെ ഞാൻ പിടിക്കും, കഴുത്ത്. അന്തൂർ പുരട്ട പുതിയാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ അകത്തു ചെന്നു. ഒന്നും കണ്ടില്ല. അവസാനം സ്വന്തം പുസ്തകം മറിച്ച് നടുവിലെ പേജിൽ നിന്നും 2 കടലാസ് പറിച്ചെടുത്തു. പുറത്തേക്ക് വന്ന് പുരട്ട അതിൽ വെച്ച് പൊതിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് മുതിർന്നവർ കളിക്കുന്നിടത്തേക്ക് പോകാം, ഇവിടെ ആരെയും കാണുന്നില്ല. ഞങ്ങൾ രണ്ടുപേരും ചങ്കും ചങ്കും പിടിച്ചു നടന്നു നീങ്ങി. കണാരന്റെ വീടിനടുത്തെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, കണാര, ഇതെവിടെയെങ്കിലും ഒളിപ്പിച്ചു വെക്കണമല്ലോ. കണാരൻ പറഞ്ഞു, വീടിന്റെ മൂലയിൽ നമുക്ക് ഒളിപ്പിക്കാം. അങ്ങനെ കണാരൻ കുഴിമാന്തി പൊതിഞ്ഞ കശുവണ്ടിയും വെച്ചു. എന്നിട്ട് മണ്ണിട്ട് മൂടി. അതിന് മുകളിൽ ഒരു അടയാളവും വെച്ചു. ഞങ്ങൾ മുതിർന്നവർ കളിക്കുന്നിടത്തേക്ക് ചെന്നു. അവിടെ അവർ ഫുട്ബോളിന്റെ ബ്ലേഡ് ഉള്ളിലാക്കി തുന്നുന്നുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുറച്ചു മാറിയിരുന്ന് കുശലം പറഞ്ഞു. ചില സമയം ആള് പുറമെങ്കിൽ അവർ ഞങ്ങളെ കളിക്കാൻ കൂട്ടും. വിങ്ങി നിൽക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കാനും. ഒന്നുമില്ലെങ്കിലും പുറത്തു പോകുന്ന ഫുട്ബോൾ എടുത്തു കൊടുക്കാൻ നിർത്തും. അവർ സൈഡിലാൻ തുടങ്ങി. അസർച്ച, ചെറിയ മാമൻ, ദാമോദരൻ, ചന്ദ്രൻ, സലാം, കുഞ്ഞിമൻ, ഇങ്ങനെ കുറെ പേരുണ്ട്. ദാമോദരൻ നല്ല കളിയായിരിക്കും, അണ്ടിപ്പാസ് എന്നാണ് വിളിക്കൽ തന്നെ. അവർ കളി തുടങ്ങി. ഞങ്ങളെ കൂട്ടിയില്ല. ഞങ്ങൾ ഫുട്ബോൾ പുറത്തു വന്നാൽ ഓടിയെടുത്ത് അടിച്ചു കൊടുക്കും. അല്പം കഴിഞ്ഞപ്പോൾ വീണ്ടും ഫുട്ബോളിന്റെ തുന്നൽ നൽകി. അവർ കളിമതിയാക്കി നടന്നു നീങ്ങി. ഞാനും കണാരനും അവിടെ ഇരുന്ന് മണ്ണ് കൂനിയാക്കി ഉച്ചൂളി ഒളിപ്പിച്ച് കളി തുടങ്ങി. കളിച്ചു കൊണ്ടിരിക്കെ അന്ത്രു മണ്ണിൽ കൈപൊത്തി. അന്ത്രു മണ്ണിൽ ചുറ്റും നോക്കി. അതിൽ ഉച്ചൂളി കണ്ടില്ല. കൈ എടുക്കുമ്പോൾ പതുക്കെ ഒളിപ്പിച്ചു വെച്ച ഉച്ചൂളി കണാരൻ ബാക്കിൽ നിന്നും എടുത്ത്. അപ്പോൾ കണാരൻ മണ്ണിൽ ഉച്ചൂളി പൂത്തിയിരുന്നില്ല. എന്നെ പറ്റിക്കുകയായിരുന്നു. ഞാൻ കൈയോടെ പൊക്കി. പിന്നെ രണ്ടുപേരും തർക്കമായി. കണാരൻ എഴുന്നേൽക്കാൻ നോക്കുമ്പോൾ ഞാൻ പതുക്കെ ഒരു തള്ളു കൊടുത്തു. കണാരൻ ദാ കിടക്കും താഴെ. പിന്നെ എന്നെ എന്തൊക്കെയോ തെറി പറഞ്ഞു. അവൻ എഴുന്നേറ്റു. ഞാൻ വിട്ടുകൊടുത്തില്ല. കണാരൻ വീട്ടിലേക്ക് നടന്നു. എനിക്കറിയാം അവൻ ചെന്നാൽ എന്റെ പുരട്ട എടുക്കുമെന്ന്. ഞാൻ അവൻ എത്തുന്നതിന് മുന്നേ ഓടി അവന്റെ വീട്ടിന്റെ പിന്നാമ്പുറത്തുള്ള മൂലയിൽ നിന്നും ഒളിപ്പിച്ചു വെച്ച പുരട്ട മാന്തിയെടുത്തു. തിരിഞ്ഞു നടക്കാൻ നോക്കുമ്പോൾ അവിടെ പശുവിന്റെ പച്ചച്ചാണകം കണ്ടു. ഞാൻ അത് വാരി അതിന്റെ കൂടെ കുറച്ച് കല്ലും എടുത്ത് കടലാസിലിട്ട് ചാണകം കൂടി പൊതിഞ്ഞു. ആ പൊതി മുമ്പുണ്ടാക്കിയ കുഴിയിൽ തന്നെ വെച്ച് അതിനെ മൂടി. അതിന് അടയാളവും വെച്ചു. ഞാൻ കുറെ അങ്ങോട്ട് മാറി നിന്ന് ഒളിഞ്ഞു നോക്കി. കണാരൻ വീട്ടിലെത്തി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ഇത് കേട്ട് കുമ്പയും മാണിക്കയും അമ്പും പുറത്തേക്ക് വന്നു. മാണിക്ക കണാരന്റെ അമ്മയാണ്. കുമ്പ കണാരന്റെ മൂത്തമ്മയാണ്. അമ്പു കണാരന്റെ അച്ഛനാണ്. എന്താടാ എന്താടാ മാണിക്ക ചോദിച്ചു. എന്താടാ, എന്തിനാ കരയുന്നത്? കണാരൻ, എന്നെ നെയ്ത്യാരമ്മൻ തച്ചു, ഒരുപാട് തച്ചു. കുമ്പ, ഏത് നെയ്ത്യാരമ്മോനി? കണാരൻ, അന്ത്രു മൂത്തമ്മ. മാണിക്ക, എന്നോട് എത്ര പറഞ്ഞു അവന്റെ കൂടെ കളിക്കണ്ട എന്ന്? അവൻ കുത്തക്കെട്ടല്ലേ പറഞ്ഞു. മാണിക്ക കണാരന്റെ കയ്യും പിടിച്ചു. വാ, നെയ്ത്യാരോട് ചോദിച്ചു തന്നെ കാര്യം. ഇത് കേട്ട അമ്പ് പറഞ്ഞു, പിള്ളേര് അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചു, അതിന് നിങ്ങൾ എന്തിനാ പുറപ്പെടുന്നത്? അവനില്ലാതെ ഇവനും കഴിയില്ല, ഇവനില്ലാതെ അവനും കഴിയില്ല. പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് ഭ്രാന്താണ്. മാണിക്ക, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. മാണിക്ക കണാരന്റെ കയ്യും പിടിച്ച് നടക്കങ്ങോട്ട്. ഈ സമയം കണാരൻ പറഞ്ഞു, നമ്മുടെ ഇറയത്ത് അന്ത്രു പുരട്ട കുഴിച്ചിട്ടിട്ടുണ്ട്. കുമ്പ, ആഹാ, എവിടെയാ കാണിച്ചതാ? അതും നെയ്ച്ചാർ കൂടി കാണിക്കണം, എന്നിട്ട് വേണം അവന്റെ കുറ്റക്കട നിർത്താൻ. കണാരൻ കുഴിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തു. അപ്പോൾ മാണിക്ക പറഞ്ഞു, എന്റെ ദൈവമേ, ഇവന് ഇവിടെയല്ലാതെ വേറെ എവിടെയും സ്ഥലം കിട്ടിയില്ലേ? നമ്മളെ ഏറെത്തി തന്നെ സ്ഥലം കിട്ടിയുള്ളൂ. കാണിച്ചു കൊടുത്ത സ്ഥലം കുമ്പ കുഴിമാന്തി കടലാസ് പുറത്തെടുത്തു. നോക്കാതെ തന്നെ കടലാസ് തുറന്ന് അതിൽ കൈയിട്ടു. കുമ്പ, ഇതെന്താടാ ചളി കണക്കെ എന്നും പറഞ്ഞ് അത് മൂക്കിനടുത്ത് വെച്ച് മണത്തു. എന്റെ ഉടയോനെ, ഇതെന്താ ചാണകമോ എന്നും പറഞ്ഞ് കടലാസ് വലിച്ചെറിഞ്ഞ് ഓടിപ്പോയി വെള്ളമെടുത്ത് കൈയും മുഖവും കഴുകി. എന്നിട്ട് കുമ്പ കണാരന് കണക്കിന് കൊടുത്തു.
ഈ സന്ധ്യ നേരത്തെ എന്നെ കൊണ്ട് ചാണകം വായിക്കുന്നു. അമ്പു ഇതെല്ലാം കണ്ട് മുഖം പൊത്തി ചിരിച്ചു. ആ ചിരിയിൽ മാണിക്കുകയും കൂടി. അന്ത്രു കണാരൻ എടുക്കുമെന്ന് വിചാരിച്ചാണ് അതിൽ ചാണകം വെച്ചത്. കുമ്പ പറ്റിച്ചു കളഞ്ഞല്ലോ. കണാരൻ അമ്പട എന്നായി. കണാരൻ കരച്ചിൽ കുറച്ചുകൂടി ഉച്ചത്തിലായി. ശുഭം.